കോടി രൂപ നേടുന്നത് എങ്ങനെ? PPF പദ്ധതി ആർക്കൊക്കെയാണ് നല്ലത്? കുറഞ്ഞത് എത്ര രൂപ നിക്ഷേപിക്കാൻ സാധിക്കും? കൂടിയത് എത്ര രൂപ നിക്ഷേപിക്കാൻ സാധിക്കും? എത്ര രൂപയാണ് പലിശ ലഭിക്കുന്നത്? എത്ര കാലം വരെയാണ് നമ്മുടെ പണം അവിടെ നിക്ഷേപിക്കേണ്ടത്? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് PPF-നെ കുറിച്ച് ഞാനിപ്പോൾ ഇത്ര കോൺഫിഡന്റ് ആയി സംസാരിക്കുന്നതെന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. PPF 100% ഉറപ്പുള്ളതാണ്. അതുപോലെ തന്നെ നോ റിസ്ക് എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകത. അതുമാത്രമല്ല, ഈ ഒരു പദ്ധതിയിലൂടെ നമുക്ക് എങ്ങനെ 1 കോടി രൂപ നേടാമെന്ന് നോക്കാം. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോയ്സ് വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കാരണം ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ കാണാൻ കഴിയുന്നതാണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അല്ലെങ്കിൽ PPF ഇതൊരു സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃത സ്കീമാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായി ഈ ഒരു സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു സർക്കാർ പദ്ധതി ആയതുകൊണ്ട് തന്നെ നമ്മളുടെ പണം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഒരു സംശയവും നമുക്ക് വേണ്ട. ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം ഉറപ്പായും നമുക്ക് തിരിച്ചു കിട്ടും. 100% റിസ്ക് ഫ്രീ ആണ് ഈ ഒരു പദ്ധതി. ചിലരുടെ കയ്യിൽ പണം ഉണ്ടാകും, പക്ഷെ അത് എവിടെ സേഫ് ആയിട്ട് നിക്ഷേപിക്കണമെന്ന് അവർക്ക് അറിയില്ലായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾക്ക് സേഫായി നിക്ഷേപിക്കാൻ പറ്റിയ ഒരു വഴിയാണ് PPF. നിങ്ങൾക്ക് വളരെ വലിയ റിട്ടേൺ വേണമെങ്കിൽ നമുക്ക് റിസ്ക് ഫാക്ടർ ഒരുപാടുള്ള മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ 100% സേഫായി നമ്മൾ നിക്ഷേപിച്ച പണം നഷ്ടമാവില്ല എന്ന് ഉറപ്പുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് PPF. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വളരെ സേഫായി റിസ്ക് ഫ്രീ ആയി നിക്ഷേപിക്കാവുന്നതാണ്. ഈ ഒരു PPF പദ്ധതി സർക്കാർ 1986-ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു വർഷത്തിനുള്ളിൽ നിരവധി ആളുകളാണ് ഈ ഒരു PPF പദ്ധതിയിൽ നിന്ന് ആ ഒരു ബെനിഫിറ്റ് നേടിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് പലിശ ലഭിക്കുന്നു. അതായത് നമ്മുടെ പണം വളരുന്നുണ്ട്, പക്ഷെ വലിയ രീതിയിലല്ല. നമുക്ക് ടാക്സ് ഫ്രീ ആണ്, സേഫ് ആണ്, 100% നമ്മൾ ഇട്ട പണം നമുക്ക് തിരിച്ചു കിട്ടും എന്നതാണ് ഈ ഒരു PPF-ന്റെ ഒരു പ്രത്യേകതയെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. 2 വർഷത്തിൽ അല്ലെങ്കിൽ 3 വർഷത്തിൽ എനിക്ക് റിട്ടേൺ വേണം അല്ലെങ്കിൽ എന്റെ പൈസ തിരിച്ചു വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു പദ്ധതി സ്യൂട്ടബിൾ അല്ല. കാരണം ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ് ആണ്. നിങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതി വളരെ മികച്ചൊരു പദ്ധതിയാണ്. വളരെ എളുപ്പത്തിൽ റിട്ടേൺ ആവശ്യമുള്ളവർ ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു പദ്ധതിയുടെ കാലാവധി വരുന്നത് 15 വർഷമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അയ്യോ 15 വർഷം, ഒരു പക്ഷേ എനിക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊരു ടെൻഷൻ നിങ്ങൾക്കുണ്ടാവും. പേടിക്കേണ്ട, 5 വർഷത്തിന് നമുക്ക് ചെറിയൊരു പെനാൽറ്റി നൽകി നമ്മളുടെ പണം പിൻവലിക്കാവുന്നതാണ്. പക്ഷേ 15 വർഷവും നിങ്ങൾ കണ്ടിന്യൂസ് ഈ ഒരു പദ്ധതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ലൊരു റിട്ടേൺ ആയിരിക്കും ഇതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. അടുത്ത് നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ബെനിഫിറ്റായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ടാക്സ് ഫ്രീ ആണ് ഈ ഒരു പദ്ധതി. അതായത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ സാധാരണ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പദ്ധതി നമ്മളുടെ പണം നിക്ഷേപിക്കുമ്പോൾ നമ്മൾ സർക്കാരിന് ടാക്സ് നൽകേണ്ടി വരുന്നു. എൻ്റെ കയ്യിലുള്ള പണം ഞാൻ ഈ ഒരു PPF-ൽ നിക്ഷേപിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേണിനും ഞാൻ പലിശ നൽകണം, ഞാൻ നിക്ഷേപിക്കുന്ന പണത്തിനും പലിശ നൽകണം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതിലും ഭേദം എൻ്റെ പൈസ വീട്ടിലിരിക്കുന്നതായിരിക്കും സേഫ് എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെയാണ് ഈ ഒരു PPF-ന്റെ സ്പെഷ്യാലിറ്റി നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഒരു പദ്ധതി ടാക്സ് ഫ്രീ ആണ്. ഈ ഒരു പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ EEE അതായത് ഈ ഒരു പദ്ധതി ടാക്സ് ഫ്രീ ആണ്. ഈ ഒരു 15 വർഷം നിങ്ങൾ നിക്ഷേപിക്കുകയാണ്. 15 വർഷം നിക്ഷേപിക്കുമ്പോൾ ഒരു തുകയായിരിക്കും, അതിന്റെ പലിശയും ചേർത്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു എമൗണ്ട്, ആ ഒരു ടോട്ടൽ എമൗണ്ട് ലഭിക്കുന്നത്. ആ ഒരു തുകയ്ക്കും നമ്മൾ ടാക്സ് നൽകേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ ഈ ഒരു PPF പദ്ധതിയിൽ ചേരണമെങ്കിൽ എന്തെങ്കിലും റൂൾസ് ഉണ്ടാവും, കുറേ നൂലാമാലകൾ ഉണ്ടാകും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 18 വയസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു ജേർണി നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങി വളരെ സേഫ് ആയിട്ട് ആരംഭിക്കാവുന്നതാണ്. ഒരു പക്ഷേ നിങ്ങൾ 18 വയസ്സിന് താഴെയാണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഗാർഡിയൻ നിങ്ങൾക്ക് ഒരു ജോയിന്റ് അക്കൗണ്ട് ആരംഭിച്ച് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാവുന്നതാണ്. ഈ ഒരു പദ്ധതി നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ഒരു 500 രൂപ വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. വെറും 500 രൂപയാണ്. നമ്മൾ ഈ ഒരു ചായയും വടയും വാങ്ങി കഴിക്കുന്ന ആ ഒരു തുകയാണ്. വെറും 500 രൂപ ഉപയോഗിച്ച് നിങ്ങൾക്ക് PPF അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. വർഷത്തിൽ 500 രൂപ മതിയാകും. നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളുടെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ജേർണി PPF-ലൂടെ ആരംഭിക്കാവുന്നതാണ്. മാക്സിമം ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് 1.5 ലക്ഷം രൂപയാണ്. അതെന്താന്ന് വെച്ചാൽ അണ്ടർ ദി സെക്ഷൻ 80C പ്രകാരം ഈ ഒരു പദ്ധതിയിൽ മാക്സിമം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, വർഷത്തിൽ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത് 1.5 ലക്ഷം രൂപയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ഒരു പദ്ധതിയിൽ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു തുക, ഈ ഒരു 1.5 ലക്ഷം രൂപ, ഈ ഒരു ലിമിറ്റ്, അതായത് 500 മുതൽ ഈ ഒരു 1.5 ലക്ഷം രൂപ വരെ വർഷത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ആളുകൾക്കായിരിക്കും ഈ ഒരു ടാക്സ് ഫ്രീ ബെനിഫിറ്റ് ലഭിക്കാൻ പോകുന്നത്.
ഇനി നമ്മൾ ഈ ഒരു പണം നിക്ഷേപിക്കുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് പലിശയായി ലഭിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ഈ ഒരു PPF അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പലിശ 7.1% ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ഇത് സർക്കാർ അംഗീകൃത പദ്ധതിയാണ്. അപ്പോൾ നമുക്ക് ഉറപ്പായും ഈ ഒരു പലിശ നമുക്ക് ഉറപ്പായും ലഭിക്കും. യാതൊരു റിസ്ക്കും തന്നെ ഇല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം എത്രയാണോ ആ ഒരു തുകയുടെ 7.1% പലിശ നമുക്ക് ലാഭമായി നേടാൻ സാധിക്കും. അതും ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യം 15 വർഷം നിങ്ങൾ ഈ ഒരു പ്ലാനിൽ നിങ്ങൾ കറക്റ്റായി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് വളരെ കൃത്യമായി ഈ ഒരു പദ്ധതിയുടെ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. നിങ്ങൾക്ക് 5 വർഷം വരെ മതിയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ നിന്ന് 5 വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ നിങ്ങളുടെ പണം വിത്ഡ്രോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും സമയം ഞാൻ എന്താണ് PPF അക്കൗണ്ട്, ആർക്കെല്ലാമാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, എത്ര വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എത്ര രൂപ മുതൽ എത്ര രൂപ വരെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു PPF അക്കൗണ്ടിലൂടെ 1 കോടി രൂപ നേടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു PPF അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ നമുക്ക് സമ്പാദിക്കാൻ കഴിയുന്നത്. അതെങ്ങനെയാണെന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാവും, എവിടെ നിന്നാണ് ഞാൻ ഈ ഒരു PPF അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു PPF അക്കൗണ്ട് ആരംഭിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഒരു PPF അക്കൗണ്ടിൽ നിന്ന് 1 കോടി രൂപ സമ്പാദിക്കാൻ പോകുന്നത്, ഒരു കാൽക്കുലേഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഗൂഗിളിൽ PPF അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് PPF കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്പോൾ നമുക്കിപ്പോൾ ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും PPF കാൽക്കുലേറ്റർ നമ്മൾ കണ്ടു. അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇയർലി ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ ടൈം പീരീഡ്, അതുപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒരു 10,000 ആണ് ഇയർലി ഇൻവെസ്റ്റ് ചെയ്തെന്ന് കരുതുക. വർഷത്തിൽ നിങ്ങൾ ഒരു 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതുക. അവിടെ അപ്പോൾ ടൈം പീരീഡ് 15 വർഷമാണ്. 15 വർഷം നിങ്ങൾ ഓരോ വർഷത്തിലും 15,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 7.1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 1,21,214 രൂപയാണ്. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയുമായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു മെച്യൂരിറ്റി വാല്യൂ എന്ന് പറയുന്നത് 2,71,214 രൂപയാണ്. അതായത് നിങ്ങൾ വെറും 1,50,000 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് അതിൽ നിന്ന് പലിശയും കൂടി ചേർത്ത് അതിൻ്റെ ഡബിൾ 2,71,214 രൂപ നേടാൻ സാധിച്ചു. ഇപ്പൊ ഞാൻ വർഷത്തിൽ 15,000 രൂപ നിക്ഷേപിക്കുമ്പോഴുള്ള കണക്കാണ് പറഞ്ഞത്. അപ്പോൾ ചിലർക്ക് ഇല്ല, എനിക്ക് ഇത്ര അല്ല, എനിക്ക് ഇതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ ഞാനൊരു 50,000 രൂപ ഇടാൻ പോവുകയാണെന്ന് കരുതുക. അപ്പോൾ സെയിം ഇയർലി 50,000 രൂപ നമ്മൾ നിക്ഷേപിക്കാൻ പോവുകയാണെന്ന് കരുതുക. അതിൻ്റെ ടൈം പീരീഡ് നമ്മൾ കണ്ടു, 15 വർഷമാണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 7.1 ആണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ടോട്ടൽ ഈ ഒരു 15 വർഷം 50,000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്തത് 7,50,000 രൂപയാണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 6,06,070 രൂപയാണ്. അപ്പോൾ നമ്മളുടെ മെച്യൂരിറ്റി വാല്യൂ നമ്മളുടെ കയ്യിൽ ലഭിക്കുന്ന, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയും ആ പലിശയും കൂടെ ചേർത്ത് നമ്മളുടെ കയ്യിൽ ലഭിക്കുന്നത് 13,56,070 രൂപയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു PPF അക്കൗണ്ടിൽ നമുക്ക് മാക്സിമം ഇടാൻ പറ്റുന്ന തുക 1,50,000 രൂപയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു 1,50,000 വിട്ട് നമുക്ക് 1 കോടി രൂപ നേടാൻ സാധിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇട്ടു ഇയർലി ഇൻവെസ്റ്റ്മെന്റ് 1,50,000 രൂപയാണ്. 15 വർഷമാണ് ടൈം പീരീഡ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 7.1 സെയിം ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഇയർലി 1.5 ലക്ഷം രൂപ നിക്ഷേപിക്കുമ്പോൾ 15 വർഷം നമ്മൾ ടോട്ടൽ നിക്ഷേപിച്ച എമൗണ്ട് വരുന്നത് 22,50,000 രൂപയാണ്. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ടോട്ടൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 18,18,209 രൂപയാണ്. അപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയുമായിട്ട് നമ്മളുടെ കയ്യിൽ ലഭിക്കാൻ പോകുന്ന തുക 40,68,209 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം, ഇതെന്താ ഞാൻ വിചാരിച്ചു 1.5 ലക്ഷം രൂപ ഈ ഒരു 15 വർഷം നിക്ഷേപിക്കുമ്പോൾ 1 കോടി ലഭിക്കുമെന്നൊക്കെ കരുതിയത്. പക്ഷേ ഇപ്പോൾ വെറും 40 ലക്ഷത്തി സംതിങ്ങേ ഉള്ളൂ. എന്താണ് ഇവിടെ സംഭവിക്കുന്നതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. PPFനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 5 വർഷത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് ആദ്യത്തെ 15 വർഷം കഴിഞ്ഞു, അതിനുശേഷം ഒരു 5 വർഷം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 20 വർഷമാവും. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായി. അപ്പോൾ വീണ്ടും ഒരു 5 വർഷം എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ
വർഷമാണെങ്കിൽ അത് 25 വർഷമായി. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നിങ്ങൾക്ക് എത്ര വർഷം വരെ വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വർഷം പൈസ നൽകിക്കൊണ്ടിരിക്കണോ? അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതില്ലെങ്കിലും നിങ്ങൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു പണം ഈ ഓരോ വർഷത്തിലും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ഒന്നും നിക്ഷേപിച്ചില്ലെങ്കിലും നമ്മളുടെ കയ്യിലുള്ള ആ ഒരു പണം വളർന്ന് ഒരു വലിയ തുകയായി മാറുന്നു. നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ഓൾറെഡി നിക്ഷേപിച്ചുകൊണ്ടിരുന്നത് പോലെ വീണ്ടും നിക്ഷേപിക്കുകയും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു പണവും വളരുകയും അങ്ങനെ നിങ്ങൾക്ക് ഒരു വലിയ രീതിയിലുള്ള റിട്ടേൺ നേടാനുള്ള അവസരമാണ് ഇവിടെ ഒരുങ്ങി വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ ആ ഒരു ടൈം പീരീഡ് 5 വർഷം എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോൾ 20 വർഷമായി. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു 15 വർഷത്തിൽ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 40 ലക്ഷത്തി സംതിങ് ആണ് വന്നത്. ഇപ്പോൾ ഒന്ന് നോക്കൂ, ആ ഒരു മെച്യൂരിറ്റി വാല്യൂ, നമ്മളുടെ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് 66,58,288 അതായത് 5 വർഷത്തിൽ ഇത്തരത്തിലൊരു വലിയൊരു ഉയർച്ചയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് 20 വർഷത്തിൽ എൻ്റെ ആ ഒരു PPF എമൗണ്ട് 1 കോടി ആക്കാൻ എനിക്ക് സാധിച്ചില്ല. നമുക്കിനി ഒരു 5 വർഷം കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാം, 25 വർഷമാക്കാം. നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര രൂപയാണ് കൂടുന്നതെന്ന്. അപ്പോൾ ഞാനിത് 25 ഇയർ ആയി. നോക്കൂ, അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വരുന്നത് 37,50,000 രൂപയാണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് വരുന്നത് 65,58,015 ആണ്. എൻ്റെ മെച്യൂരിറ്റി വാല്യൂ, അതായത് എൻ്റെ കയ്യിൽ ലഭിക്കാൻ പോകുന്ന പണം 1,03,08,015. അതായത് 25 വർഷത്തിൽ PPF അക്കൗണ്ടിൽ നിക്ഷേപിച്ചതിലൂടെ എനിക്ക് 1 കോടി രൂപ നേടാൻ സാധിച്ചു. ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നിക്ഷേപിച്ച തുക 37 ലക്ഷത്തി സംതിങ് ആണ്. പക്ഷേ എനിക്ക് 1 കോടി രൂപ നേടാൻ കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം, ഈ ഒരു പദ്ധതി, ഈ ഒരു PPF അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതിന്റെ ഏറ്റവും ഒരു വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടാക്സ് അടയ്ക്കണ്ട. 0 ടാക്സ്. 25 വർഷം 37 ലക്ഷത്തി സംതിങ് നിക്ഷേപിച്ച് നമ്മൾക്ക് 1 കോടി രൂപ നേടാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണ് PPF അക്കൗണ്ടിൽ നിക്ഷേപിച്ച് 1 കോടി രൂപ നേടാൻ സാധിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേഷൻ വെച്ച് ആ ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വെച്ചാണ് കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, 15 വർഷമായിരിക്കും ചിലർ കരുതിയിട്ടുണ്ടാകും. പക്ഷെ 15 വർഷമല്ല, കുറച്ചുകൂടെ സമയം നമ്മൾ വെയിറ്റ് ചെയ്താൽ നമ്മളുടെ കയ്യിൽ 1 കോടി രൂപ എത്തുന്നു. അതും ടാക്സ് ഒന്നും നൽകേണ്ട ആവശ്യവുമില്ല. ദീർഘകാല അടിസ്ഥാനത്തിൽ നിക്ഷേപിക്കാൻ കഴിയുന്നവർക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ് PPF അക്കൗണ്ട്. അപ്പോൾ PPF അക്കൗണ്ടിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് മനസ്സിലായി. ആർക്കൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്, എത്ര രൂപയാണ് നിക്ഷേപിക്കാൻ കഴിയുന്നത്, എത്ര രൂപ മുതൽ എത്ര രൂപ വരെയാണ് നിക്ഷേപിക്കാൻ കഴിയുന്നത്, എത്ര വയസ്സാണ് പ്രായപരിധി, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ്, ടാക്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ 1 കോടി രൂപ എങ്ങനെയാണ് നേടാൻ കഴിയുന്നതെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഗവൺമെന്റ് സ്കീം, മുദ്ര ലോൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നോ ആഗ്രഹമുണ്ടെങ്കിൽ ബോസ്വാല ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി കോഴ്സ് വീഡിയോസ് അതിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെന്റർമാരെ ഡയറക്റ്റ് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാവുന്നതുമാണ്. നിങ്ങൾക്ക് ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. നമുക്ക് ആ ഒരു വീഡിയോയും ചെയ്യാവുന്നതാണ്. മുകളിൽ പറഞ്ഞ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവും ആ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. ബോസ്വാല, ബി ദ ബോസ്.